നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഫിൻ ബ്രോ സുനിൽ. അപ്പോൾ KSFE ഹാർമണി ചിറ്റീസിൻ്റെയും KSFE മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഇൻ്റർവ്യൂസും എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ആ വീഡിയോ, നമ്മുടെ മാനേജിംഗ് ഡയറക്ടറിൻ്റെ വീഡിയോ എത്താനുണ്ട്. കാരണം ഫിൻ ബ്രോ സുനിൽ എന്നുള്ള ഫേസ്ബുക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമുക്ക് ഇന്ന് തൊട്ട് പുതിയ സീരീസ് ഓഫ് ചിട്ടികളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ട്രിവാൻഡ്രം ഭാഗത്തുള്ള മണ്ഡപത്തിൻ കടവ് ബ്രാഞ്ച്, അത് ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര ആ ഭാഗത്താണ് മണ്ഡപത്തിൻ കടവ് ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ അവിടെ തുടങ്ങുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിട്ടികളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഏതൊക്കെ ടൈപ്പ് ചിട്ടികളാണ് തുടങ്ങുന്നതെന്നുള്ളത് മനസ്സിലാക്കി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതേപോലെ കേരളത്തിൽ എവിടെയെന്നല്ല, നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ ബ്രാഞ്ച് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അവിടെ ചിട്ടി ചേരാവുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം, പ്രോക്സി സെറ്റ് ചെയ്യാം. ഇതെല്ലാം KSFE പവർ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിലോട് വളരെ സിമ്പിളായിട്ട് നടക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. അതായത് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് KSFE മണ്ഡപത്തിൻ കടവ് ബ്രാഞ്ചിൽ തുടങ്ങുന്ന സാധാരണ ചിട്ടികൾ, അതായത് 2540, 1 ലക്ഷം, 5040, 2 ലക്ഷം, അതേപോലെ തന്നെ 5000 100 മാസം 5 ലക്ഷം രൂപയുടെ ചിട്ടി. ഇത് എല്ലാം കുഞ്ഞു ചിട്ടികളാണ്. അതായത് 2540 എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് KSFE തുടങ്ങുന്ന ചിട്ടികളിൽ ഒന്നാണ് 2500 രൂപ വെച്ചിട്ട് 40 മാസത്തെ 1 ലക്ഷം രൂപയുടെ ചിട്ടി. അതേപോലെ തന്നെ 5040 2 ലക്ഷം രൂപയുടെ ചിട്ടി. പിന്നെ 5000 അത് നല്ലൊരു ചിട്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സർപ്ലസ് ഉള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ 5000 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാരണം ആദ്യത്തെ മാസം 5000 ആ ഒരു ചിട്ടി സാധാരണ നിലയ്ക്ക് ഒരു 40 മാസം 45 മാസം വരെ 30% താഴ്ന്നു പോകുന്നൊരു ചിട്ടിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സേവിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക്, നിങ്ങൾക്ക് ഒരു സർപ്ലസ് ഉള്ള ഒരു സംഖ്യ ഉണ്ടെങ്കിൽ 5000 5 ലക്ഷം രൂപയുടെ ചിട്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. അത്യാവശ്യം നല്ല ലേലക്കിഴിവ് കിട്ടുന്ന ഒരു ചിട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മേജറായിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിട്ടിയാണ് തുടങ്ങുന്നത്. ഒന്ന് മൾട്ടി ഡിവിഷൻ ചിട്ടി. ഈ മൾട്ടി ഡിവിഷൻ ചിട്ടി എന്ന് പറയുന്ന സമയത്ത് 4 അവസരങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ 12000 രൂപ വെച്ചിട്ട് 50 മാസത്തെ 6 ലക്ഷം രൂപയുടെ ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് തുടങ്ങുന്നത്. അതായത് ആദ്യത്തെ മാസം 12000 30% വരെ താഴ്ന്നു പോകുമ്പോൾ 9750 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതായത് 9750 12000 രൂപയ്ക്ക് ഉള്ളിലാണ് നിങ്ങൾക്ക് ഈ അടവ് സംഖ്യ വരിക. അപ്പോൾ ഇതൊരു 6 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. എല്ലാ മാസം ഒരാൾക്ക് 5,70,000 ലഭിക്കും. ബാക്കി 3 പേർക്ക് 30% വരെ താത്തി വിളിക്കാം. അതായത് 4,20,000, അതായത് 1,80,000 രൂപ വരെ അത്യാവശ്യക്കാർക്ക് നിങ്ങൾക്ക് താത്തി വിളിക്കാം. അപ്പോൾ ഈ ഒരു ചിട്ടിയുടെ ഒരു രീതി സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ഉദ്ദേശം 8 മുതൽ 10 മാസം മാക്സിമം അത്രയും മാസങ്ങളെ 30% താഴ്ന്നു പോകാനുള്ള സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആ ചിട്ടി വിളിച്ച് ഉപയോഗിക്കാം. വളരെ വളരെ അത്യാവശ്യക്കാർ മാത്രം 30% താത്തി വിളിക്കുക. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ലേലം തുടങ്ങിയിട്ട് ഈ ചിട്ടി വിളിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 12000 രൂപ വെച്ചിട്ട് 50 മാസം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സുകാർക്ക് അനുയോജ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 20 ലക്ഷം മുതൽ ഒരു 25 ലക്ഷം രൂപ വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ചേരേണ്ട ചിട്ടിയാണ്, അല്ലെങ്കിൽ പരിഗണിക്കേണ്ട ഒരു ചിട്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 75,000 40 മാസത്തെ 30 ലക്ഷം രൂപയുടെ ചിട്ടി പരമാവധി നിങ്ങൾക്ക് 30% വരെ താഴ്ത്തി വിളിക്കാം. ഇത് മൾട്ടി ഡിവിഷൻ അല്ല, നോർമൽ ചിട്ടിയാണ്. അപ്പോൾ ഈ ഒരു ചിട്ടി നമ്മൾ കാണേണ്ടത്, ഇതും ഞാൻ ഏത് ചിട്ടി തുടങ്ങുമ്പോഴും വളരെ അത്യാവശ്യക്കാർ മാത്രമേ 30% താഴ്ത്തി വിളിക്കാൻ പാടുള്ളൂ. അല്ലാത്തവർ ആ ചിട്ടി ലേലം തുടങ്ങിയതിന് ശേഷം വിളിച്ചാൽ മതി. അതേപോലെ തന്നെ ഇതെങ്ങനെ അറിയും എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ചിട്ടി തുടങ്ങുന്ന ദിവസം, ആദ്യത്തെ നറുക്കെടുക്കുന്ന ദിവസം നിങ്ങൾ അവിടെ ലൈവായിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് അറിയാൻ പറ്റും എത്ര പേര് 30% താത്തി വിളിക്കാനുണ്ടായിരുന്നു. ചിട്ടി ലേലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫീസിൽ വിളിച്ച് ചോദിക്കാൻ ചെയ്യാം 30% എത്ര പേര് പങ്കെടുക്കാനുണ്ടായിരുന്നു ചോദിച്ചാൽ തീർച്ചയായിട്ട് പറയും. അവരുടെ പേരും വിവരങ്ങളൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല, എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ 75,000 40 30 ലക്ഷം രൂപയുടെ ചിട്ടി, അതും എനിക്ക് തോന്നുന്നത്
ഒരു 6 മാസം മുതൽ 8 മാസം വരെ പരമാവധി 30% പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 6 മാസം നമ്മൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞാൽ ഒരു 22 ലക്ഷം അല്ലെങ്കിൽ 23 ലക്ഷം രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചിട്ടിയിൽ ഒന്നാണ് 75,040. ആദ്യത്തെ മാസം 75,000, 30% വരെ താഴ്ന്ന ആ ചിട്ടി പോകുമ്പോൾ 56,250 രൂപയാണ് അടവ് വരിക. അപ്പം 56,250 75,000 ഇടയിലാണ് നിങ്ങൾക്ക് എല്ലാ മാസവും ആ ചിട്ടി അടയ്ക്കേണ്ടി വരിക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചിട്ടികളെല്ലാം KSFE ഹാർമണി ചിട്ടീസ് 2025 എന്ന് പറഞ്ഞ സ്കീമിലായതുകൊണ്ട് തന്നെ ആ സ്കീമിലെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഈ ചിട്ടികളിൽ കിട്ടും. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേരുന്ന ഏത് ചിട്ടിയാണോ അതിൻ്റെ 10% തവണ സംഖ്യകൾ അടച്ചിട്ടുണ്ടെങ്കിൽ സലയുടെ, അതായത് ഇപ്പോൾ 30 ലക്ഷം രൂപയുടെ ചിട്ടിയാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ഫണ്ട് റൈസിങ്ങിന് നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് 10% തവണ സംഖ്യ അടച്ചു കഴിഞ്ഞാൽ, അതായത് 40 മാസത്തെ ഒരു ചിട്ടിയാണെങ്കിൽ 4 മാസം അടച്ചു കഴിഞ്ഞാൽ 5-ാം മാസം നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സെക്യൂരിറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ വീഡിയോയിൽ നേരത്തെ സുനിൽസ് വാണ്ടർലസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഫിൻബ്രോ സുനിലിലും അതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ അധികം വൈകാതെ ജാമ്യ വ്യവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. KSFE മണ്ഡപത്തിൻ കടവ് ബ്രാഞ്ചിലാണ്. അപ്പോൾ ബ്രാഞ്ച് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിട്ടികളൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഫിൻബ്രോ സുനിൽ. താങ്ക് യു സോ മച്ച്.